നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാർസിസം എന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നാർസിസം എന്നത് അതിക്രമമായ ആത്മസ്നേഹമോ സ്വയം ആരാധനയോ ഉള്ള ഒരു മനോഭാവം ആണ്. അതായത് ഒരാൾക്ക് സ്വന്തം രൂപം, കഴിവ്, ബുദ്ധി, സ്ഥാനം എന്നിവയെക്കുറിച്ച് അതിർത്തിയില്ലാത്ത അഭിമാനവും പ്രാധാന്യബോധവും ഉള്ളത്. നാർസിസം എന്ന പദത്തിൻ്റെ ഉത്ഭവം ഗ്രീക്ക് പുരാണത്തിലെ നാർസിസസ് എന്ന യുവാവിൽ നിന്ന് വന്നതാണ്. അവൻ തൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ട് അതിൽ പ്രണയത്തിലാകുകയും അതിനെ വിട്ടൊഴിയാതെ ഒടുവിൽ മരിക്കുകയും ചെയ്തു. അതായത് സ്വയം പ്രണയിച്ച് മറ്റെല്ലാം മറക്കുന്ന മനോഭാവം എന്നത് തന്നെയാണ് ഈ പദത്തിൻ്റെ അടിസ്ഥാനാർത്ഥം. മനഃശാസ്ത്രത്തിൽ നാർസിസം എന്നത് ഒരു സ്വഭാവ ലക്ഷണമാണ്. പക്ഷേ അതിൻ്റെ അതിക്രമ രൂപം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NPD എന്ന മാനസിക ശാരീരിക രോഗമായി കണക്കാക്കുന്നു. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിരുകവിഞ്ഞ ആത്മപ്രശംസ, ഞാനാണ് ഏറ്റവും മികച്ചത് എന്ന ഉറച്ച വിശ്വാസം, അംഗീകാരത്തിനുള്ള അത്യാഗ്രഹം, എല്ലായ്പ്പോഴും പ്രശംസയും ശ്രദ്ധയും വേണം എന്നുള്ള തോന്നൽ, അവർക്ക് സഹാനുഭൂതിയില്ലായ്മയും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നു. ലക്ഷ്യം നേടാനായി ആളുകളെ മറ്റുള്ളവരെ ഉപയോഗിക്കുകയും വസ്തുക്കളായി കാണുകയും ചെയ്യുന്നു. വിമർശനത്തെ സഹിക്കുകയില്ല. ചെറുതായി അവരെ വിമർശിച്ചാലും അത് ശത്രുതയായി കണക്കാക്കും. മിഥ്യാഭിമാനം, യഥാർത്ഥത്തിൽ നിന്നും അകന്ന സ്വപ്ന ലോകത്തിലെ മഹത്തായ ഞാൻ എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നു. ചുരുക്കത്തിൽ ആത്മസ്നേഹം, തനിക്കുള്ള ബഹുമാനവും കരുണയും, അഹങ്കാരം, ഞാൻ ശരിയാണ് എന്ന ഉറച്ച നിലപാട്, ഇവയെല്ലാമാണ് നാർസിസത്തിൻ്റെ ഓരോ ലക്ഷണങ്ങൾ. ഒരു വ്യക്തി സ്വന്തം ഫോട്ടോകൾ എല്ലായിടത്തും പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അവൻ നാർസിസിസ്റ്റ് ആകുന്നില്ല. പക്ഷേ അവൻ മറ്റുള്ളവരെ അവഗണിക്കുകയും തനിക്ക് മാത്രം മഹത്വം കൊടുക്കുകയും മറ്റുള്ളവരെ ചെറുതായി കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് നാർസിസിസ്റ്റിക് സ്വഭാവമാണ്. ആത്മസ്നേഹം നല്ലതാണ്, പക്ഷേ അതിർത്തി കടന്നാൽ അത് അഹങ്കാരത്തിലേക്കോ സ്വാർത്ഥതയിലേക്കോ ആയി മാറും. അതായത് ആത്മസ്നേഹത്തിൻ്റെ അധികം ഉണ്ടായാൽ അത് സ്നേഹമല്ല, സ്വയം കേന്ദ്രീകത്വം ആകുന്നു. ആത്മസ്നേഹം അതിരുകിടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്താണ്? എനിക്കെല്ലാം ശരിയാണ്, ഞാനെല്ലാം ശരിയാണ്, എനിക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത് എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ, അഭിപ്രായങ്ങൾ ഇവ അവഗണിക്കുന്നു. വിമർശനം സഹിക്കാനാകാത്ത അവസ്ഥയാണ്. എല്ലാറ്റിലും എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയിൽ സ്വാർത്ഥത ഉടലെടുക്കുന്നു. ബന്ധങ്ങളിൽ പരസ്പര ബഹുമാനം കുറയുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് തൻ്റേത് മാത്രം മുന്നിൽ വെക്കുന്നു. ആത്മസ്നേഹമുള്ളവൻ ഞാനും പ്രധാനമാണ് എന്ന് കരുതുന്നു. സ്വാർത്ഥൻ ഞാൻ മാത്രമാണ് പ്രധാനമെന്ന് കരുതുന്നു. അന്യരെ താഴെയായി കാണുന്ന സ്വഭാവം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നു. മറ്റുള്ളവരെ നിസ്സാരമാക്കുന്നു. സ്വയം വളരെ നല്ലവൻ, വളരെ ബുദ്ധിമാൻ എന്ന് കാണുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നിന്ന് അകന്ന് മിഥ്യാഭിമാനമുള്ള ജീവിതമായി തീരുന്നു. മനസ്സിൽ ഞാൻ തന്നെയാണ് എല്ലാത്തിനും മതിയായവൻ എന്ന് കരുതി മറ്റുള്ളവരുമായി ഹൃദയബന്ധം നഷ്ടപ്പെടുത്തുന്നു. സഹാനുഭൂതി കുറയുന്നു. ബന്ധങ്ങൾ അർത്ഥശൂന്യമായി തോന്നുകയും ഇവയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനാൽ ആത്മസ്നേഹവും വിനയവും തമ്മിൽ സമതുലിതാവസ്ഥയിൽ പാലിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയും ആത്മവിശ്വാസിയാകുകയും ചെയ്യുന്നത്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.